സേതു, എന്താ അമ്മ ഇങ്ങനെ? ഒന്നുമില്ല. ഈ അച്ചു ചുമ്മാ ഓരോന്ന് പറഞ്ഞു വെറുപ്പിക്കുന്നതാ. ഞാൻ ഭക്ഷണം കഴിച്ചോളാം. മരുന്നോ? ഒക്കെ കഴിച്ചോളാം. നിങ്ങൾ അവിടെ എൻജോയ് ചെയ്യൂ കുട്ടികളെ. എന്തൊരു കഷ്ടം ഇത്. ഞാൻ വെക്കാട്ടോ. അപ്പൊ ശരി, ആയിക്കോട്ടെ. എന്താ അച്ചു വെറുതെ ഓരോന്ന് പറഞ്ഞു? എന്തായാലും കഴിക്കാൻ സമ്മതിച്ചല്ലോ. വാ ഇങ്ങോട്ട് വാ. അല്ല, നീ തന്നെയാണോ ഇവിടെ എല്ലാ റൂമിലും സപ്ലൈ ചെയ്യുന്നത്? ഞങ്ങൾ 3 പേരുണ്ട് സാർ. ഫസ്റ്റ് ഫ്ലോറിൽ ഇയാളാണോ സപ്ലൈ? എല്ലാ റൂമിലും ഇല്ല, ചില റൂമിൽ മാത്രം. ആ പല്ലവിയും സേതുമാധനും താമസിക്കുന്ന റൂമില് താനാണോ സപ്ലൈ? അതെ സാർ. നാളെ എന്താ അവരുടെ പ്ലാൻ? കൈതവനത്തേക്ക് പോകാനാണ് സാർ. എപ്പോഴാ പോകുന്നറിയോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകുന്നതാ നല്ലതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അപ്പോഴേ പോകത്തുള്ളൂ. അമ്മയാ ഇപ്പൊ അതിന്റെ ലീഗൽ കസ്റ്റോഡിയൻ. എന്ന് വെച്ചാ ആ തോക്ക് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ അമ്മ വേണ സമാധാനം പറയാൻ. മോനെ ഇന്ദ്ര. അമ്മേ, എന്തുവാ? എന്റെ പൊന്നു മോനെ, ഞാനിവിടെ തീ തിന്നുകാടാ. അതെന്തിനാ അമ്മ തീ വാരി തിന്നുന്നത്? അമ്മ വെച്ചുണ്ടാക്കിയതൊന്നും വായി വെക്കാൻ കൊള്ളാത്താണോ? ദേ, നിന്റെ വളിച്ച തമാശ പറയില്ലേ. ഞാനിവിടെ പോലീസിന്റെയും കോടതിയുടെയും ഒക്കെ മുന്നിൽ പോണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് തീ തിന്നോണ്ടിരിക്കുക. എടാ, നീ കൊന്നാലും മതിയല്ലോ. വിശ്വം പറയാ, നീ ആ തോക്ക് വെച്ച് ആരെ കൊന്നാലും ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്ന്. നിനക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെടാം. ഞാനാ ആ തോക്കിന്റെ കസ്റ്റോഡിയെന്ന്. എന്റെ പൊന്നു മോനല്ലേ, നീ ആ തോക്ക് വെച്ച് ആരെ ഒന്നും ചെയ്തേക്കല്ലേ. പിന്നെ ചെയ്യാനല്ലാതെ വെറുതെയാണോ തോക്കും പോളിഷ് ചെയ്ത് ബുള്ളറ്റുമായിട്ട് ഞാൻ ഇറങ്ങിയത്? പുലിയോ ചെന്നായോ അവന്റെ എല്ല് വരെ കടിച്ച് പൊട്ടിച്ച് തിന്നോളൂ. പിന്നെ ആർക്കെന്തു കുഴപ്പം? നീ ഒരാളെ കൊല്ലണമെങ്കിൽ അത് സേതു ആയിരിക്കോ? പതുക്കെ, ആ വിശ്വം കേൾക്കണ്ട. ഉടനെ അവനത് ആ പാർവതിയുടെ കാതിലെത്തിക്കും. പിന്നെ എന്റെ ഒരു പ്ലാനും നടക്കത്തില്ല. എടാ, അമ്മ അവസാനമായിട്ട് പറയാ, നീ അബദ്ധം ഒന്നും കാണിക്കരുത്. ആപത്തൊന്നുമല്ല, ഞാൻ കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശരിയായത്. എന്റെ താലി വലിച്ചെറിഞ്ഞു പോയവളുടെ കഴുത്തിലെ താലി പൊട്ടണം. ആ പല്ലവി അവള് സ്വന്തം ജീവിതത്തെ പഴിച്ചു കഴിയുന്നത് എനിക്ക് കാണണം. അതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ എന്റെ ജീവൻ പോയാൽ എനിക്കൊരു കുഴപ്പമില്ല. അമ്മ വിഷമിക്കും വേണ്ട. എത്ര നാള് മുണ്ട് മാത്രം എടുത്ത് ശീലിച്ചിരുന്ന ഞാൻ ആദ്യം പാൻസും ജീൻസും ഇടുമ്പോ ഇത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ. ശരി ശരി. സീതോട്ടാ, ഭക്ഷണം വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ നേരത്തെ തന്നെ എടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട്. താൻ വന്ന് കയറിയാൽ മാത്രം മതി. നേരെ പോവാം കൈതവനത്തിലേക്ക്. വേമ സമയം. ഇവിടെ സഞ്ചാരികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഓരോ ഏരിയ തിരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അത് ശരിയാ. എന്റെ കാര്യം എങ്ങനെ പറഞ്ഞില്ലല്ലോ. എനിക്ക് കാടിനേക്കാൾ പേടി നാടിനെയാ സീതോട്ടാ. എന്താ താൻ അങ്ങനെ പറഞ്ഞേ? കാട്ടിലാവുമ്പോ മൃഗങ്ങളല്ലേ ഉള്ളൂ. നാട്ടിലെ ചില മനുഷ്യരെക്കാളും എത്രയോ ഭേദം അവര്.